everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mohammed Shaju, you can call me SJ. Yes, today in this video we are going to learn what are the articles in English. Englishil നമ്മൾ പഠിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആർട്ടിക്കിൾസ് ഏതെല്ലാമാണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ. ഈ മൂന്ന് ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? എ ആൻഡ് ദ. ഇവ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്? കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം, ഇതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രമാണ് നമ്മളിവിടെ പഠിച്ചു വെക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ആദ്യം ഒന്ന് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. യെസ്, ആർട്ടിക്കിൾസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്നും ദ എന്ന് പറയുന്ന ആളെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും നമുക്ക് തരംതിരിക്കാം. എന്തൊക്കെയാണ്? എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ്. ദ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡെഫിനിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായതെന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ അതൊരു മാൻഡറ്ററി ഒന്നുമല്ല, പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ട് ഈ പേര് പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എയും ആനും ഒരു ടീമാണ്, അവരെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്നും ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്നും ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്കത് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ എവിടെ യൂസ് ചെയ്യാം? The definite article the is used to speak about noun, ഒരു നൗണിനെ കുറിച്ച് പറയാൻ. ഓക്കെ, ദാറ്റ് ഇസ് ഓൾറെഡി നോൺ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന, അല്ലെങ്കിൽ ഹേർഡ് കേട്ട് പരിചയമുള്ള, ഐഡന്റിഫൈഡ് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു നൗണിനെ കുറിച്ച് പറയാൻ. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. I ate a sandwich for my breakfast. I ate a sandwich for my breakfast. The sandwich was not good. മനസ്സിലായോ? എന്താണ്? ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചു. അവിടെ എ എന്നാണ് ഉപയോഗിച്ചത് അല്ലേ? ആദ്യമായിട്ട് ഞാൻ ഈ സാൻഡ്വിച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളുടെ മുമ്പിലേക്ക്. ഞാൻ ഒരു സാൻഡ്വിച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ ആ സാൻഡ്വിച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഏത് സാൻഡ്വിച്ചിനെ കുറിച്ച് അയാൾ പറയുന്നത്? ശരിയല്ലേ? അപ്പം ഞാൻ പറയുന്നു, അപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഒരു സാൻഡ്വിച്ച് ഞാൻ കഴിച്ചു എന്നല്ലേ നമ്മൾ പറയാ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചോ. ഓക്കെ, കഴിച്ചു. ദ സാൻഡ്വിച്ച് വാസ് നോട്ട് ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് ആ സാൻഡ്വിച്ച് ഏതാണെന്ന് അറിയാം. എങ്ങനെ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി ഐഡന്റിഫൈഡ് ആണ്, നമുക്ക് ഓൾറെഡി നോൺ ആണ്, അറിയുന്നതാണ് ആ കാര്യം. അപ്പൊ ആ അറിയുന്നതിന്റെ മുമ്പിലാണ് നമ്മൾ ദാ ചേർത്തത്. മനസ്സിലായോ? അപ്പൊ ഈ സെന്റൻസ് ഞാനൊന്ന് വേറെ രീതി പറഞ്ഞു നോക്കാം. ആ ദാക്ക് പകരം എ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. ഐ എയ്റ്റ് ദ സാൻഡ്വിച്ച് ഫോർ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഏത് സാൻഡ്വിച്ച്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ? ഏതായാലും എ സാൻഡ്വിച്ച് വാസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഏത് സാൻഡ്വിച്ച്? കൺഫ്യൂഷൻ ആയില്ലേ? എ സാൻഡ്വിച്ച് വാസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഏത് സാൻഡ്വിച്ചിനെ കുറിച്ചാണ്? ഒരു സാൻഡ്വിച്ച് അത്ര നല്ലതല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് സാൻഡ്വിച്ചിനെ കുറിച്ചാണ്? ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് നമ്മൾ കറക്റ്റായിട്ട് ആദ്യം എ ചേർക്കുന്നു. ഓക്കെ, നമുക്ക് പരിചയമില്ലാത്ത ഒരു വസ്തു ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ അതിനെ ഓൾറെഡി ഐഡന്റിഫൈ ആയതുകൊണ്ട് നമ്മൾ ദ സാൻഡ്വിച്ച് എന്ന് പിന്നീട് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുള്ള നമുക്കൊരു സാധനത്തെക്കുറിച്ച് പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഈ ദ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ദ ഉപയോഗിക്കും. ഇപ്പം സൂപ്പർലേറ്റീവ് ഡിഗ്രീസിന് മുമ്പിൽ ദ സ്മാർട്ടസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്, ദ ലാർജസ്റ്റ് റിവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യും. അതുപോലെ റിവേഴ്സിൻ്റെ നെയിമിന് മുമ്പിൽ, ഓഷ്യൻസിൻ്റെ നെയിമിന് മുമ്പിൽ, അതുപോലെ തന്നെ ഷിപ്സിൻ്റെ പേരിൻ്റെ മുമ്പിൽ, ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ദ എവിടെ ഉപയോഗിക്കുക? ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത, കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള സ്ഥലം, ഒരാളെ കുറിച്ച്, നൗണിനെ കുറിച്ച് പറയാനാണ് നമ്മൾ അതിന് മുമ്പിൽ ദ ഉപയോഗിക്കുക. ഓക്കെ, പീപ്പിൾ, ആളുകളുടെ മുമ്പിൽ ഒരിക്കലും എന്ത് ഉപയോഗിക്കില്ല? ദ നമ്മൾ യൂസ് ചെയ്യില്ല. കൺട്രീസിന്റെ പേരിന്റെ മുമ്പിൽ ഒന്നും നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? ദ ഉപയോഗിക്കില്ല. ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത എന്താണ്? ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ഇസ് യൂസ്ഡ് ബിഫോർ ഓൾ വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ കോൺസണന്റ് സൗണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഒന്ന് എന്ന അർത്ഥത്തിൽ പറയുന്നത്, സിംഗുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ കോൺസണന്റ് സൗണ്ട്സിന് മുമ്പിൽ. അപ്പൊ എന്താ സാർ ഈ കോൺസണന്റ് സൗണ്ട്സ്? വവൽസ് അറിയില്ലേ നിങ്ങൾക്ക്? എ, ഇ, ഐ, ഒ, യു, ഇതാണ് വവൽ സൗണ്ട്സ് അല്ലെ? ഈ വവലുകളുടെ അല്ലാത്ത ബാക്കി ഇഷ്ടംപോലെ സൗണ്ട്സ് അല്ലേ, അവരെയാണ് നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയാം. പി, ബ്, ക്, ട് എന്നൊക്കെ പറയുന്ന സൗണ്ട്സ് ഇല്ലേ, അവരെയാണ് നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയാം. ആ സൗണ്ടുകൾക്ക് മുൻപിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആൻ അംബർല എന്ന് പറയാം അല്ലേ? അംബർല, ആ സൗണ്ട് വരുന്നത് ഏതാണ്? വവൽ ആയതുകൊണ്ട് ആൻ അംബർല. അതുപോലെ തന്നെ ആൻ ആപ്പിൾ എന്നൊക്കെ നമ്മൾ പറയാം.
പക്ഷേ ആ വവൽസ് അല്ലാത്ത കോൺസണന്റ് സൗണ്ട്സിന്റെ മുമ്പിൽ നമ്മൾ എ ആണ് സിംഗുലർ കാണിക്കാൻ വേണ്ടിയിട്ട് എ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഷീ ഈറ്റ്സ് എ ലോഫ് ഓഫ് ബ്രെഡ് അല്ലെ, ഷീ ഈറ്റ്സ് എ ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെ ലോഫ് എന്ന് പറയുമ്പോൾ എൽ സൗണ്ട് ആണ് വരുന്നത്, അത് കോൺസണന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എ യൂസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആൻ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെ യൂസ് ചെയ്യും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആൻ ഇസ് യൂസ്ഡ് ബിഫോർ ഓൾ ദ വേർഡ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് എ വവൽ സൗണ്ട്സ്. ഒന്ന് എന്ന അർത്ഥം കാണിക്കാൻ വേണ്ടിയിട്ട് വവൽ സൗണ്ട്സിന്റെ മുമ്പിലാണ് നമ്മൾ ഏൻ ആൻ എന്ന വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, ഷീ ഹാസ് ആൻ അംബർല. ഓക്കെ, ഷീ ഹാസ് ആൻ അംബർല, ആ സൗണ്ട് വരുന്നുണ്ട് അവിടെ അല്ലെ, യു വന്നത് കൊണ്ടല്ല. എങ്ങനെയാ? ആ അംബർല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആൻ എലഫന്റ്, എ സൗണ്ട് വരുന്നുണ്ട് അവിടെ അല്ലെ, വവൽ സൗണ്ട് അല്ല എ സൗണ്ട്. അപ്പൊ എന്താണ്? ആൻ elephant is such a huge animal. Next, the flight arrived an hour ago. H silent ആണ് അവിടെ, hour ago ആ സൗണ്ട് ആണ് വരുന്നത് അല്ലെ. the flight arrived an hour ago എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾസ് എന്ന് ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദയെ കുറിച്ച്, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയുള്ള ആനെയും എയും കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു എക്സാമ്പിൾ, കുറച്ചുകൂടെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ആം എ ഗുഡ് ബോയ്, ഐ ആം എ ഗുഡ് ബോയ്. എ വരാൻ കാരണം എന്താ? ഗ എന്ന് പറയുന്ന കോൺസണന്റ് സൗണ്ട് ആണ് അവിടെ വന്നിട്ടുള്ളത് അല്ലെ. ജി എന്ന് പറയുന്ന ആ ഒരു വേർഡിലൂടെ ഗുഡ് എന്ന് പറയുന്നതിൽ ഗ സൗണ്ട് ആണുള്ളത്. സോ എ. ഹി ഈസ് എ ടോപ്പർ. ഹി ഹാസ് നോട്ട് ആൻ എക്സ്ട്രോവേർട്ട്, ആൻ എക്സ്ട്രോവേർട്ട്, എക് എ സൗണ്ട് വന്നതുകൊണ്ട് അല്ലെ. നെക്സ്റ്റ് ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. ദ ഗേഞ്ചസ് എന്ന് പറയുന്നത് അല്ലെ. ദ ഗേഞ്ചസ് എന്ന് പറയാൻ കാരണം ഗേഞ്ചസ് എന്ന് പറഞ്ഞ റിവറിന്റെ പേരാണ്, ഗംഗ, അതാണ് ഗേഞ്ചസ്. അപ്പൊ റിവേഴ്സിന്റെ പേരിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞു ദ ഉപയോഗിക്കണം, അത് ദ ഗേഞ്ചസ് എന്ന് പറഞ്ഞു. ഓക്കെ, ദ ഗേഞ്ചസ് ഈസ് എ ബിഗ് റിവർ. എ ബിഗ് കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് എ ബിഗ് റിവർ എന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ സ്ഥലത്തിന് മുമ്പിൽ ദ പാടില്ല എന്ന് പറയുന്നില്ല, ഞാൻ പറയുന്ന ഒരു എക്സെപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഒരു കൂട്ടായ്മയെ കാണിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പൊ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ഥലങ്ങളുടെ പേരല്ലേ. ദ USSR, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കൂട്ടായ്മയാണ് അല്ലെ. ദ എന്താണ് UK എന്നൊക്കെ പറയുമ്പോൾ ഒരു യുണൈറ്റഡിനെ കാണിക്കുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കാം, കുഴപ്പമില്ല. അല്ല ദ ഇന്ത്യ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ ബിഗ് കൺട്രി. ഓക്കെ, എ ബിഗ് കൺട്രി, എ ആണ് അവിടെ എന്താ സ്ട്രെസ് ചെയ്യേണ്ടത്, കളർ മാറിക്കൊടുത്തതാണ്. എ ബിഗ് കൺട്രി എന്ന് പറയുന്നതിൽ ബി കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ എ ഉപയോഗിച്ചത്. റെഡി അല്ലേ? എന്നാ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ എന്നാ. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വാ. ഐ സോ ഡാഷ് മാൻ നിയർ ദ ഗേറ്റ്. ഡാഷ് മാൻ ഈസ് ഹെർ ഫാദർ. ഐ സോ ഡാഷ് മാൻ നിയർ ദ ഗേറ്റ്. ഞാൻ ഒരാളെ കണ്ടു ഗേറ്റിന്റെ അടുത്ത്. ഓക്കെ, ഡാഷ് മാൻ ഈസ് ഹെർ ഫാദർ. ആ ആൾ ഇവളുടെ അച്ഛനാണ്. ഓക്കെ, അപ്പോൾ അറിയാവുന്ന ആളുകളൊക്കെ താഴെ എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ താഴെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.